ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി പോൾ. അപ്പോൾ നമ്മളെ പോലെയുള്ള പി എസ് സി ആസ്പിറൻസ് എല്ലാവരും കാത്തിരിക്കുന്ന 10th ലെവൽ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും അറിയാലോ. LDC, VFA, LGS ഇതെല്ലാമാണ്. ഇത് മിക്കവാറും ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. പിന്നെ ഡിഗ്രി ലെവലിൽ ഉള്ള എക്സാമുകൾ നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ SBCID, പിന്നെ ഞാൻ പറഞ്ഞ കാറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അതിന്റെ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഒക്ടോബർ ആദ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇനി എല്ലാവരും വളരെയധികം കാത്തിരിക്കുന്ന എക്സാമുകളാണ് ഇതൊക്കെ തന്നെ. ഇതിൽ ഈ പറയുന്ന 10th ലെവലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇപ്പൊ ഭൂരിപക്ഷം പേരും 10th ലെവലിന് വേണ്ടി പഠിക്കുന്നവരുണ്ടാവും അല്ലെ. LDC കഴിഞ്ഞതിന് ശേഷം, അതുപോലെ ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന് ശേഷം അടുത്ത 10th ലെവലിൽ ഇനി മുറുകെ പിടിക്കണം. അത് ഒറ്റ എക്സാം ആണെങ്കിൽ അത്രയും ആ ഒരു ഒറ്റ കടമ്പ എത്രയും പെട്ടെന്ന് കടന്ന് കിട്ടുക, അതും ഉയർന്ന ഒരു റാങ്കിലോട്ട് എത്തുക, പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ 10th ലെവലിനെ കുറിച്ച് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഈ ഡിഗ്രി ലെവലിനെ കുറിച്ച് കുറച്ച് പേർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും. ഈ ഡിഗ്രി ലെവല് നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രിലിംസ് പാസ്സാവാൻ എളുപ്പമാണ്. ഓക്കെ, ജനറലി നമുക്ക് ആ ഒരു കട്ട് ഓഫ് കടന്നാൽ മാത്രം മതി പ്രിലിംസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ എപ്പോഴും എളുപ്പം കിട്ടണം എന്നുള്ള ഒരു വാശി പിടിക്കരുത്. മാത്രമല്ല അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യരുത് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു എക്സാം മീഡിയം ലെവലിലാവുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, അത് ടഫ് ആണെങ്കിൽ കട്ട് ഓഫ് അവർ മാക്സിമം കുറയ്ക്കുകയും ചെയ്യും. പിന്നെ മറ്റുള്ള സ്റ്റേജുകളായിട്ടാണ് നടത്തുന്നതെങ്കിൽ അവരത് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് കട്ട് ഓഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഈ ഒരു അതായത് ഡിഫിക്കൽട്ടി കൂടുതലും അതുപോലെ ഈ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു പേപ്പറിലും ബാലൻസിൽ നിൽക്കണം പേപ്പർ. ഇനി സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു പേപ്പർ ആണെങ്കിലും നമ്മൾ അവിടെ സേഫ് സോണിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും ഒരു പടി മുൻപന്തിയിൽ നിൽക്കണം അല്ലെ. അത് മാർക്സിന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിലും റാങ്ക് വൈസ് നോക്കുകയാണെങ്കിലും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം പോലും കളയാനില്ല. ഓക്കെ, നമ്മള് ഒരു ഡേയില് 24 അവേഴ്സില് നമ്മൾ ഈ 24 അവേഴ്സും ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കണം എന്നാൽ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമുക്കിപ്പോ ഈ പറഞ്ഞതിന്റെ ഒന്നും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല. അതിൽ SBCID വന്നതാണ് കേട്ടോ, SBCIDയുടെ വന്നതാണ്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണത്. ഇപ്പോൾ കോമൺ ഡിഗ്രി പ്രിലിംസ് ആയിട്ടായിരിക്കും നടക്കുക. അപ്പോ നമ്മൾ ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് വളരെയധികം ഒബ്വിയസ്ലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഡീപ്പായിട്ട് ഇപ്പോഴേ പഠിച്ചു പോവുക, നല്ല രീതിയിൽ പഠിക്കുക. അതിൽ കുറച്ചും കൂടി നമുക്ക് മാത്സ് ഒക്കെ അത്യാവശ്യം ടഫ് ലെവലിലുള്ളതൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെയിൻസ് എക്സാം ആണെങ്കിൽ പോലും നമ്മുടെ ഒരു ടഫ്നെസ് ഒരു പടി ചിന്തിക്കുമ്പോൾ PSC വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്യാവശ്യം എല്ലാവർക്കും നല്ലതെന്നേ പറയാൻ പറ്റില്ല. ഇപ്പൊ അവിടെ കട്ട് ഓഫിന്റെ സാധ്യത കൂടുതലാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവലിന് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിലും ഇനി 10th ലെവലിൽ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർ തന്നെ 10th ലെവലിനും എന്തായാലും എഴുതുന്നുണ്ടാവുമല്ലോ. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, നല്ല രീതിയിൽ ഡിഗ്രി ലെവലിന്റെ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് 10th ലെവലിന്റെ ഏത് ചോദ്യ പേപ്പർ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് 10th ലെവലിൽ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്ന് പറയുന്ന സംഭവങ്ങൾ വരുന്നത് കറണ്ട് അഫയേഴ്സും കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളാണ് നമുക്ക് അവിടെ ആഡ് ഓൺ ആയിട്ട് വരുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ആ 2 ടോപ്പിക്സിന് മാത്രം നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുത്താൽ മതി, നിങ്ങൾ ഒരു ഡിഗ്രി ലെവലും 10th ലെവലും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ അതാണ് ഡിഗ്രി ലെവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഇനി 10th ലെവലിൽ പഠിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ വെച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത് എങ്കിൽ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ദിവസം അത് വളരെയധികം കൂടുതൽ അവേഴ്സ് ഇരുന്ന് ഞാൻ പഠിക്കുന്നുള്ള തീരുമാനങ്ങളെക്കാൾ ഉപരി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നത് എത്ര സമയമാണെങ്കിലും നിങ്ങൾ ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ള ഒരു ദിവസമെങ്കിൽ അത് ആ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എത്ര ബ്രേക്സ് എടുത്തിട്ടാണെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ ആവശ്യമുള്ള ബ്രേക്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ടാർഗറ്റ് ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും, അത് പഠിച്ചു എന്ന് സ്വയം ഉറപ്പുവരുത്താം. ഓക്കെ, അങ്ങനെ ഓരോ ദിവസവും നമ്മളിപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് കുറച്ചേശ്ശെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ശേഖരിച്ച് പോവുകയാണ് ഇൻഫർമേഷൻ. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മൈൻഡിൽ ഉണ്ടോ എന്നുള്ളതും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു എക്സാമിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 75 അബോവ് ഒക്കെ എന്തായാലും നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ പറ്റും.
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, എല്ലാവർക്കും സാധിക്കും. 75ന് മുകളിലൊക്കെ മാർക്സ് മേടിക്കാൻ സാധിക്കുന്നവരാണ് ഇപ്പൊ ഈ കേൾക്കുന്ന എല്ലാവരും, എഴുതാൻ ശ്രമിക്കുന്ന എല്ലാവരും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ സമയത്ത് എങ്ങനെ എക്സാമിനെ കാണുന്നു, അതുപോലെ ഒരു ക്വസ്റ്റിനെ നമ്മൾ എങ്ങനെ ചിന്തിച്ചെടുക്കുന്നു, നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ടൈമിൽ എക്സാമിന്റെ ആ ഒരു മൊമെന്റിൽ നമ്മൾ എത്ര പഠിച്ചു പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കൺഫ്യൂഷൻ ആയി വരാം, ചില കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ കുറേയധികം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കയറ്റുന്നത്. അപ്പോൾ വേറെ തരത്തിൽ ഇനി PSC ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയിൽ നമ്മൾ തെറ്റിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1% ലക്കാണ്. ഒരു 1% ലക്ക് എല്ലാവരും എന്താണ് ഒരു എന്താണ് ഭാഗ്യമുള്ളവന് എല്ലാം ഒത്തിണങ്ങി കിട്ടും, ഭാഗ്യമില്ലാത്തവന് അത് കിട്ടില്ല. അതിന് എക്സാമ്പിളാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം. ഞാൻ പറഞ്ഞല്ലോ, കാരണം തെറ്റ് ശരിയായി ഫൈനൽ കീയില്. ഓക്കെ, തെറ്റായ ഉത്തരമാണ് അത് ഫൈനൽ കീയില് ആരൊക്കെയോ ഡിലീഷൻ അല്ല ആൻസർ ചേഞ്ച് കൊടുത്തു ശരിയായത്. പക്ഷെ ആക്ച്വലി അത് കറക്റ്റായി എഴുതിയവർക്ക് മാർക്ക് ലോസും തെറ്റായി അടയാളപ്പെടുത്തിയവർക്ക് എന്താണ് ഇത് എക്സ്ട്രാ മാർക്സ് ആണ് കിട്ടുന്നത്. സോ അവിടെ ശരിക്കും ഒരു ഡിസ്പാരിറ്റി ആണ് വന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ലക്ക്, 1% ലക്ക് എന്ന് പറയുന്ന കാര്യം അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം നമ്മളെ അധികം ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ തെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഫൈനൽ കീ വരുമ്പോൾ മാറുക എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു റേഞ്ചിൽ പിടിക്കണം, അല്ലെ? അതായത് ഒരു 80 നമ്മൾ സ്വപ്നം കാണുമ്പോൾ വലുതായിട്ട് തന്നെ സ്വപ്നം കാണുക, അല്ലെ? ഒരു 80+ ഒക്കെ പേടിക്കാൻ പറ്റട്ടെ, അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 10th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഡെയിലി ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ CRT ക്ലാസ്സസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഈ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഡെയിലി ആണ്. ഓക്കെ, ഡെയിലി ഒരു ക്വിസ് പോലെയാണ്. നിങ്ങളിപ്പോൾ ക്വിസ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ ടെലിഗ്രാമിൽ. അപ്പോൾ ഒരു ക്വിസ് പോലെയാണ്, നിങ്ങൾക്ക് അപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ മിനിമം ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബട്ട് ഓരോ ദിവസവും ടോപ്പിക് തരുന്നതിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടാം. ഓക്കെ, മിനിമം ഞാൻ അത്രയാണ് ഉദ്ദേശിച്ചത്. അത് കൂടാം കുറയാം. അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു 1 മന്തിന് എന്തൊക്കെ ചെയ്താലും ഒരു 1000ന് മുകളിലെങ്കിലും ചോദ്യങ്ങൾ കാണും, പരിശീലിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഒരു ദിവസം വന്ന് കുറെ ചോദ്യങ്ങൾ ഇട്ടാൽ അതിനൊരു എന്താണ് ഓർഡർ ഉണ്ടാവില്ല, അല്ലെ? അതായത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതൊക്കെ ഏരിയ ചോദിക്കുന്നത്, ഇത് ഞാൻ നോക്കിയിട്ടില്ലല്ലോ, ഇത് ഞാൻ നോക്കിയതാണല്ലോ എന്നുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ എന്തിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു സ്റ്റഡി പ്ലാൻ ഞാൻ തരും. ഓക്കെ, എന്താണ് അന്നത്തെ ദിവസം ടാർഗറ്റ് ചെയ്യേണ്ടത് നല്ല ദിവസം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് എന്ത് ചെയ്യാം, ആ പറഞ്ഞ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം രാത്രി ഈ ക്വിസ് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. കാരണം നമുക്ക് ബേസിക്കലി ഈ 10th ലെവൽ എക്സാംസിനൊക്കെ നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായി കാണുമല്ലോ, കൂടുതലും ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ ചോദിക്കുന്നത്, അല്ലെ? സെന്റൻസുകളിൽ കയറി പിടിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചോദ്യം വന്ന് ചലഞ്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് SCRT വെച്ച് ചലഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ SCRT പാഠഭാഗങ്ങൾ, അതുപോലെ തന്നെ IT പോലത്തെ ഏരിയയ്ക്ക് നമ്മൾ NCERT ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണുക. പക്ഷെ എന്താണോ പഠിക്കാൻ പറഞ്ഞത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം കാണുക. ഓക്കെ, ഇത് നമുക്കൊന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അന്ന് രാവിലെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്. ഇത് മാത്രമാണ് ടെസ്റ്റ് സീരീസ് മാത്രം വിത്ത് എ സ്റ്റഡി പ്ലാൻ. ഇത് ഞാൻ 80 rupees പെർ മന്ത് ആണ് പറഞ്ഞത്. ഓക്കെ, 80 rupees പെർ മന്ത്, 80 രൂപയുള്ളൂ ഒരു മാസം. ഒരു 80 രൂപ നമ്മൾ നീക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്കൊന്ന് സിസ്റ്റമാറ്റിക്, അതായത് ഒരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എന്താണ്, നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആകും. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ എന്താണ്, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ, എനിക്കത് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു കാര്യം നമ്മളെങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, അല്ലെ? മറ്റേത് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സ്വയം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാട്ടോ, അതിലൊരു തെറ്റുമില്ല. കാരണം സ്വന്തമായിട്ടുള്ള രീതിയിൽ അസസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവരുടെ കംഫർട്ട് സോണിലിരുന്ന് അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അല്ലാത്തവരുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഒരാൾ വേണം ഒരു ഗൈഡൻസിന്, അല്ലെങ്കിൽ എന്താണ് ഇന്ന കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയും അതിനനുസരിച്ച് നമ്മളൊരു പരീക്ഷ എടുത്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? ആ ഒരു ആസ്പെക്ട് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതില് നമുക്ക് ഞാൻ പറഞ്ഞു സെൽഫ് ഇവാലുവേഷൻ ആണ് ഇവിടെ. അപ്പൊ ഞാൻ കോച്ചിങ് എടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം, എനിക്ക് മന്ത്ലി മാത്രമേ ടെസ്റ്റുകൾ കിട്ടിയിരുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ചിലതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഒന്നും പറയില്ല, ഡയറക്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ ടെസ്റ്റുകൾ ഉള്ളതും ഉണ്ട്. അതായത് ഇത്ര 10 ചോദ്യങ്ങൾ വെച്ചിട്ട് ഓരോ ഏരിയയിൽ. പക്ഷെ അവിടെ നമ്മൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അധികം കിട്ടില്ല. എനിക്ക് കേട്ടോ, കിട്ടുന്നവരുണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ തോന്നിയൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഒരു ദിവസവും
നമ്മൾ റാൻഡം ആയിട്ട് ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ കയറി വരാം. അപ്പോൾ പഠിക്കാത്തതാണ് ഇപ്പോൾ ഒരു സെറ്റിൽ മുഴുവനെങ്കിൽ നമ്മളത് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ആകെ ഒരു എന്താ പറയാ ഒന്നും കിട്ടുന്നില്ലല്ലോ, അപ്പൊ പഠിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത വരും. അതേസമയം നമ്മളൊരു സാധനം പഠിച്ചിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലായി. അതായത് നമ്മൾ വെറുതെ പോയി ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതുന്നതും നമ്മൾ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി ടൈം വെച്ച് എന്താണ് ഓരോന്ന് കൃത്യമായി പഠിച്ചിട്ട് എഴുതുന്നതിലും ഉള്ളൊരു വ്യത്യാസം നിങ്ങൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ഈ അടുത്തുള്ള എണ്ണത്തിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലെ. അപ്പൊ അത് കൃത്യതയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അപ്പൊ ഇപ്പൊ നമുക്ക് സമയമുണ്ട്. ഓരോ ദിവസവും നമ്മളൊരു കുറച്ച് എത്ര ചെറിയ ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു മിനിമം 5 hours എങ്കിലും നമുക്ക് പഠിക്കുന്നതിൽ മാറ്റി വെക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, എക്സാമിന്റെ കാരണം ഡിസംബറിലൊക്കെ ആയിരിക്കാം നോട്ടിഫിക്കേഷൻ, നമ്മൾ ഒരുപടി നേരത്തെ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ ടെസ്റ്റ് സീരീസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ACRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പിന്നെ ഇംഗ്ലീഷ് മലയാളം കാര്യങ്ങളുണ്ടാവും, കറണ്ട് അഫയേഴ്സും ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ IT പോലെ തന്നെ NCERT നമുക്ക് ആവശ്യം വരും. അപ്പൊ NCERTയുടെ കാര്യങ്ങളും ആവശ്യം വരും. IT ഓറിയന്റഡ് കേരള ഗവേണൻസ് പോലത്തെ കാര്യങ്ങൾക്ക് അത് ആവശ്യം വരും. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യാറ്. ഓക്കെ, എക്സെപ്റ്റ് മാത്സ് ഞാൻ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അസസ് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ട്രിക്സ് ഒക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യാം. ബാക്കിയുള്ള സംഭവങ്ങൾ ഇപ്പൊ മാത്സ് വീക്ക് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അത് ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഇതില് നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള ഈ പറയുന്ന ഇത്രയും സാധനങ്ങളാണ് ടെസ്റ്റ് സീരീസിൽ കേട്ടോ. 80 rupees, ഞാൻ ഒന്നും കൂടെ പറയുന്നു, 80 rupees per month. ഓക്കെ, ഒരു ക്വിസ് പോലെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പേര് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളുടെ റാങ്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്നിരുന്നാലും നിങ്ങളിപ്പോൾ രാവിലെ ഒരു ഇത്ര മണിക്ക് എണീറ്റു, നിങ്ങൾ ക്വിസിന്റെ ടൈമിന് മുമ്പ് വരെ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 hourനൊക്കെ 1 hour 2 hours ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, എക്സാം എഴുതാം. അതിലാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെ കയറിയിട്ടുണ്ട്, ഇനി ഏതൊക്കെ തരത്തിൽ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെയായിരിക്കും ചോദ്യം വരിക, വേറെ ഏതെങ്കിലും തരത്തിൽ വരുമോ എന്നൊക്കെ. ഓക്കെ, അതാണ് ഈ ടെസ്റ്റ് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ SCRT ക്ലാസ് ആണ്. SCRT ക്ലാസിന്റെ കൂടെ ഇപ്പോൾ SCRT ക്ലാസ് മാത്രം എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഓക്കെ, SCRT ക്ലാസ് പ്ലസ് നമ്മുടെ ഈ ടെസ്റ്റ് സീരീസും കൂടി കുറെ പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. SCRT ക്ലാസ്സും ഈ ടെസ്റ്റ് സീരീസും ചോദിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് രണ്ടും കൂടി ഈ SCRT തന്നെ ബേസിക് സയൻസും സോഷ്യൽ സയൻസും ആണ് കേട്ടോ മെയിൻലി എടുക്കുക. അപ്പൊ ഈ സോഷ്യൽ സയൻസിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഹിസ്റ്ററി ജിയോഗ്രഫി അല്ലെ ഉണ്ട്. ഈ ജിയോഗ്രഫി തന്നെ വേൾഡ്, ഇന്ത്യൻ, കേരള ഉണ്ട്. കേരളയിൽ തന്നെ ഹിസ്റ്ററി തന്നെ ഇതും മൂന്നുണ്ട്. പിന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. ഇതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ ഈ നേരത്തെ കേട്ട ടെസ്റ്റ് സീരീസിന്റെ കുറച്ച് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല എഫേർട്ട് എടുക്കണം, നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 5 തൊട്ട് 10 വരെയുള്ള പുതിയ SCRT പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഈ പുതിയ SCRT പാഠഭാഗങ്ങളിൽ നമുക്ക് വലിയ ടെക്സ്റ്റ് വായിച്ചു പോകാനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നടക്കും. PDF നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. എല്ലാം തരത്തിലേക്ക് ഇപ്പോൾ ഹാർഡ് കോപ്പി ആയിട്ട് അങ്ങനെയും കിട്ടും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഇപ്പൊ ഇതുവരെ PSC നടത്തിയ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ അതും കൂടി അസസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ഫാക്ട്സും കൂടി നമ്മൾ ഓരോ പാഠഭാഗം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, പഠിക്കണം, വേണ്ടത് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു പോയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചധികം എക്സ്ട്രാ ഫാക്ട്സ് കിട്ടുകയും ചെയ്യും, SCRT പാഠഭാഗങ്ങൾ കവർ ചെയ്യുകയും ചെയ്യും. പിന്നെയുള്ള എക്സ്ട്രാ നമുക്ക് വരുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മളും കുറച്ച് എഫേർട്ട്, നിങ്ങളുടേതായ എഫേർട്ട് കുറച്ച് ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കണം. കറണ്ട് അഫയേഴ്സും അതെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ളത് തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ തന്നെ നമുക്കിപ്പോൾ ടെസ്റ്റ് സീരീസിലുള്ളത് എന്തായാലും കുറച്ച് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് നമ്മൾ 20 ചോദ്യങ്ങൾ മിനിമം വെച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ 5 തൊട്ട് 10 വരെയുള്ളതിൽ നമുക്ക് കുറേയധികം ഉണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കണം. അപ്പൊ ഇത് ഞാൻ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് എന്താണ് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് 240 rupees ആണ്. ഓക്കെ, കാരണം ഇത് എടുക്കാൻ അത്രയും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞല്ലോ SCRT എന്ന് പറയുന്ന ചില്ലറയല്ല, 8, 9, 10 അത്യാവശ്യമുണ്ട്. ഇത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്, ഈ ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഫുള്ള്. അതുപോലെ ടെസ്റ്റ് സീരീസും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പം എല്ലാം നമ്മൾ
ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ ചെയ്യണ്ടായിരുന്നു. നമുക്കൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പഠിക്കാൻ സാധിക്കണം എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അതിന് അത്രയും എഫേർട്ട് ഇടുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ഈ ക്ലാസ് എന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 6 തൊട്ടാണ്. ഓക്കെ, ഒക്ടോബർ 6 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ SCERT ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാത്തവർ, പുതിയതായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലാസ് എങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ഡെമോ പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടാണ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ ഓക്കെ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു ക്ലാസ്സും ടെസ്റ്റ് സീരീസ് മാത്രം മതി. അതായത് നിങ്ങൾക്കറിയാം ജസ്റ്റ് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ കിട്ടുന്ന. അപ്പൊ നമ്മളിപ്പോൾ ഒരു PYQ ബുക്കൊക്കെ മേടിക്കില്ലേ, മുൻ വർഷത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും രൂപ, 1000 രൂപയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു PYQ ബുക്കൊക്കെ മേടിക്കുന്നത്. അല്ലെങ്കിൽ റാങ്ക് ഫയൽ മേടിക്കാൻ തന്നെ നമുക്ക് അത്രയും ഉണ്ട് അല്ലേ, 1000 അതിന് അടുപ്പിച്ചൊക്കെ നല്ലോണം രൂപ. അപ്പോൾ നിങ്ങൾക്ക് അതേസമയം ടെസ്റ്റ് സീരീസ് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് 80 റുപ്പീസ് മതി പെർ മന്ത്. നമ്മൾ 2 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഇത്ര ചോദ്യങ്ങൾ കാണാൻ സാധിക്കുകയാണ്. അതും സ്റ്റഡി പ്ലാനും തരുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസം എന്ത് പഠിക്കണം എന്നുള്ളൊരു കൃത്യ ചാർട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങളുടെ താല്പര്യം കേട്ടോ, അതിലൊന്നും ഇതില്ല. പിന്നെ എന്താണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒക്കെ ഫൈനൽ കീ വന്നു അല്ലേ. അപ്പോൾ നല്ല രീതിയിലാവട്ടെ കട്ട് ഓഫ്, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഫൈനൽ കീ ആണ് എല്ലാവർക്കും ഒരു ചലഞ്ചിങ് ആവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നെക്സ്റ്റ് എഴുതുന്നത് നമ്മൾ നേടിയിരിക്കും എന്നുള്ള വാശിയിൽ നമ്മൾ ഇതിനു വേണ്ടി തുടങ്ങാം. ഇതുവരെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ, ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് നേടും എന്നുള്ളൊരു മനസ്സോടുകൂടി പഠിക്കാനിരിക്കുക. അത് ഇപ്പൊ തന്നെ ഞാൻ 12 മണിക്കൂർ ഓരോ ദിവസവും പഠിക്കുന്നുള്ളതിനേക്കാളും നല്ലത് സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ മിനിമം ഒരു 5 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും നമുക്ക് നമ്മൾ പഠിക്കുന്നത് വേണ്ട കാര്യങ്ങളാണ് മനസ്സിരുത്തി പഠിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. ഓക്കെ, പിന്നെ PYQs പോലത്തെ ഉള്ളത് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാം. ഓക്കെ, PYQs ധാരാളം ചെയ്തിട്ടാണ് എൻ്റെ മാർക്സ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചത് കേട്ടോ. നല്ലോണം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾക്ക് ഒരു കൺസെപ്ച്വൽ നോളജ് പലതിനും ആവശ്യമാണ്. അപ്പോൾ ഈ SCERT ക്ലാസ്സിൽ കുറച്ചൊക്കെ അങ്ങനത്തെ ഒരു നോളജും പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.